നമസ്കാരം. എറണാകുളത്ത് 12കാരനെ മർദ്ദിച്ച അമ്മയെയും ആൺ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ആൺ സുഹൃത്തിന്റെ പ്രകോപനത്തിന് കാരണമാണെന്നാണ് ആ കുഞ്ഞു പറയുന്നത്. മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം മാറി മാറിയാണ് ഈ കുഞ്ഞ് താമസിച്ചിരുന്നത്. ഇത്തവണ അമ്മയോടൊപ്പം വീട്ടിൽ നിൽക്കുന്നതിനിടെയാണ് അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അമ്മ സർക്കാർ ജീവനക്കാരിയാണ്. 1 വർഷമായി അവധിയിലാണ്. ഒരു യൂട്യൂബ് ചാനലിൽ അവതാരികയായി തുടരുന്നു. അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആൺ സുഹൃത്ത് തന്നെ മർദ്ദിച്ചതെന്നാണ് കുഞ്ഞു പറയുന്നത്. ഇയാൾ സ്ഥിരമായി വീട്ടിൽ താമസിക്കാൻ എത്താറുണ്ടെന്നും ഇയാൾ മർദ്ദിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റെന്നുമാണ് കുട്ടി പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥയായ 37കാരിയും സ്വകാര്യ യൂട്യൂബ് ചാനൽ ജീവനക്കാരനുമായ സുഹൃത്ത് തിരുവനന്തപുരം വാമനപുരം കല്ലറ സൗപർണിക വില്ലേജ് സിദ്ധാർത്ഥ് എന്ന 24കാരനുമാണ് ഇത്തരത്തിൽ എളമക്കര പോലീസിന്റെ പിടിയിലായത്. ആശുപത്രി അധികൃതരുടെ ഇടപെടലിലാണ് ഈ കേസ് ഉണ്ടായത്. മർദ്ദനമേറ്റ കുട്ടി കൊച്ചിയിലെ പ്രധാന സ്കൂളിൽ പഠിക്കുകയാണ്. ഇവിടെ വച്ച് ഇളയമ്മയെ കണ്ടു. അവരോടാണ് കുട്ടി തനിക്കുണ്ടായ അനുഭവം പറഞ്ഞത്. ഇങ്ങനെയാണ് അച്ഛൻ വിവരം അറിയുന്നത്. അച്ഛനെത്തി പരിക്ക് ബോധ്യപ്പെട്ട് കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെ ഡോക്ടർമാരാണ് പോലീസിന് വിവരം അറിയിച്ചത്. അതായത് അമ്മയുടെ അനുജത്തി തന്നെയാണ് മതിയായ ഇടപെടൽ നടത്തിയത്. കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല. അതുകൊണ്ട് തന്നെ അച്ഛനുമായി ഒരു ആശയവിനിമയം സ്ഥാപിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. വേദന അനുഭവിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അമ്മയുടെ അടുത്ത ബന്ധുവിനെ ഈ സ്കൂളിൽ വെച്ച് കാണുന്നത്. ഇവരുടെ മകനും അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നതെന്നാണ് സൂചന. അമ്മയുമായി തെറ്റി അച്ഛൻ വിവാഹമോചനം നേടുകയായിരുന്നു. 5 കൊല്ലം മുമ്പാണ് ഇത്. 2 കൊല്ലം മുൻപ് വരെ കുട്ടിയും അച്ഛനൊപ്പമായിരുന്നു. പിന്നീട് അമ്മ കൂട്ടിക്കൊണ്ടുപോയി. അച്ഛനും വേറെ വിവാഹം കഴിഞ്ഞു. പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനത്തിൽ കുട്ടിയുടെ സംരക്ഷണം പ്രത്യേകിച്ച് ആർക്ക് തന്നെ കോടതി കൊടുത്തിരുന്നില്ല. എങ്കിലും 2 വർഷമായി അമ്മയോടൊപ്പമായിരുന്നു കുട്ടിയുടെ താമസം. 2 വർഷമായി അമ്മയോടൊപ്പം കലൂരാണ് താമസിക്കുന്നത്. ആ ചേട്ടൻ ഇടയ്ക്കിടെ വീട്ടിൽ താമസിക്കുവാൻ വരുമായിരുന്നു. കഴിഞ്ഞ 2 മാസമായി സ്ഥിരമായി ഞങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. ആ ചേട്ടന് അന്ന് ദേഷ്യം വന്നപ്പോൾ കഴുത്തിൽ പിടിച്ച് ബാത്റൂമിന്റെ സൈഡിലോട്ടിട്ടു. എന്റെ ഷോൾഡർ അവിടെ പോയി ഇടിച്ചു. കൈ പിടിച്ച് ഉടച്ചായിരുന്നു. ശേഷം അമ്മയെ വിളിച്ചപ്പുറത്തെ മുറിയിൽ പോയി. എനിക്ക് അമ്മയോടൊപ്പം കിടക്കണമെന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. അമ്മയെ കുറെ തവണ വിളിച്ചപ്പോൾ അമ്മയ്ക്കും ദേഷ്യം വന്ന് എന്നെ കൈവച്ചു മാന്തി. ഞാൻ കരഞ്ഞ് അപ്പുറത്തെ മുറിയിൽ പോയി കുറച്ചു നേരം കിടന്നു. അതിനു മുമ്പ് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മ അയാളെ ഇതുവരെ പിടിച്ചു മാറ്റുകയൊന്നും ചെയ്തിട്ടില്ലെന്നും ആ കുട്ടി പ്രതികരിച്ചു. എനിക്ക് വാശിയാണെന്നും സമ്മതിച്ചു കൊടുക്കേണ്ടെന്നും പറഞ്ഞ് അമ്മയുടെ അടുത്ത് കിടന്ന ചേട്ടനാണെന്നും കുട്ടി പറഞ്ഞു. ഭർത്താവുമായി 2021 ബന്ധം വേർപിരിഞ്ഞ യുവതിയും 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും എളമക്കര പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. 1 മാസമായി യുവതിയുടെ ഫ്ളാറ്റിൽ തന്നെയാണ് ഈ സിദ്ധാർത്ഥ് താമസിക്കുന്നത്. കുട്ടിയെ ഉപദ്രവിച്ച വിവരം പറഞ്ഞ് കുട്ടിയുടെ പിതാവ് തന്നെയാണ് എറണാകുളം നോർത്തിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു. ഇനി മകനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നാണ് അച്ഛൻ പ്രതികരിച്ചത്. പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അമ്മയെയും യുവാവിനെയും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ടും BNS ആക്ടും ചുമത്തി. കുട്ടി നിലവിൽ പിതാവിന്റെ സംരക്ഷണയിലാണ്. അറസ്റ്റിലായ സിദ്ധാർത്ഥ് രാജീവ് ഒരു യൂട്യൂബ് ചാനലിലെ അവതാരകനായിരുന്നു. അമ്മയുടെ ആൺ സുഹൃത്ത് വീട്ടിലെത്തുന്നത് തനിക്ക് താല്പര്യമില്ലെന്നാണ് ആ കുട്ടി പലതവണയായി പറഞ്ഞത്. അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരാഴ്ചയായി അവർ ഒരുമിച്ച് താമസിക്കുവാൻ തുടങ്ങി. തനിക്കത് ഇഷ്ടമായില്ല. കഴിഞ്ഞ ദിവസം അവർക്ക് ഒരുമിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് മുറിയിൽ കയറി. ഞാൻ അവരുടെ നടുക്ക് കയറി കിടന്നു. ഇതോടെ ചേട്ടൻ ദേഷ്യപ്പെട്ട് എന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ബാത്റൂമിന്റെ ഡോറിൽ ചേർത്ത് നിർത്തി തല്ലി, ചവിട്ടി താഴെയിട്ടു. എന്നിട്ടും അമ്മ ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. പിന്നീട് അമ്മയും ഉപദ്രവിച്ചു. അമ്മ തന്റെ നെഞ്ചിലും മറ്റും മാന്തി മുറിവേൽപ്പിച്ചു എന്നും കുട്ടി പറയുന്നു. കുട്ടിയുടെ വാറിന് മുകളിലായി ആഴത്തിലാണ് നക്ഷതമേറ്റ പാടുകളുള്ളത്. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രി പ്രവേശിപ്പിച്ച ചികിത്സ നൽകി. തുടർന്ന് അച്ഛന്റെ സംരക്ഷണയിൽ വിട്ടു.